കഴിഞ്ഞ ദിവസം നിലയ്ക്കലിൽ മനീതി സംഘം എത്തിയെന്നുള്ള വാർത്ത മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ യുവതികളെ കയറ്റാതിരിക്കാനാണ് CPM-ഉം സർക്കാരും ശ്രമിച്ചിരുന്നത്. ഇതിനിടയ്ക്കാണ് 10 അംഗ മനീതി സംഘം മല ചവിട്ടാൻ നിലയ്ക്കലെത്തിയത്. എന്നാൽ ഭക്തർ തടയുന്നതിന് മുൻപ് തന്നെ പോലീസ് അവരെ തടഞ്ഞു. സുരക്ഷയൊരുക്കാനാവില്ലെന്ന് പോലീസ് പറഞ്ഞതോടെ ഇവർ മടങ്ങുകയായിരുന്നു. ഇതേ സമയത്ത് ശബരിമലയിൽ പുലി ഇറങ്ങിയിരിക്കുകയാണ്. ഭക്തർ നടന്നു പോകുന്ന വഴിക്ക് കുറുകെ കടന്നുപോയ പുലി ആരെയും ആക്രമിച്ചില്ല. എന്നാലും പരമാവധി കൂട്ടത്തോടെ നടക്കാൻ വനം വകുപ്പ് ഭക്തർക്ക് നിർദ്ദേശം നൽകി. പുലി ഇറങ്ങിയതിനെ തുടർന്ന് ഭക്തർക്ക് മല കയറുന്നതിന് വനം വകുപ്പ് 2 മണിക്കൂറോളം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഭക്തരെ മരക്കൂട്ടത്തും പമ്പയിലും തടഞ്ഞു. നിലവിൽ നിയന്ത്രണം നീക്കിയെന്ന് വനം വകുപ്പ് അറിയിച്ചു. ചൂട് അസഹ്യമായതിനെ തുടർന്നാണ് പുലി കാട് വിട്ടിറങ്ങി വരുന്നതെന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും പുലി ഇറങ്ങിയിരുന്നു. എന്നാൽ ഭക്തരാകട്ടെ ഇതിന് പുലിയിൽ പുതിയ കഥകൾ കണ്ടെത്തുകയാണ്. അവർ ഇപ്പോൾ ഉറക്കെ ശരണം വിളിച്ചാണ് മല കയറുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല വിഷയം എങ്ങനെയും ഒതുക്കണമെന്നാണ് CPM ആഗ്രഹം. അതിനാൽ തന്നെ ശബരിമല വിഷയം ഉന്നയിക്കരുതെന്ന് കർശന നിർദ്ദേശമാണ് CPM അണികൾക്ക് നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തീരും വരെ നവോത്ഥാനം ശബരിമലയിലേക്ക് മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം യുവതി പ്രവേശനം ഉണ്ടായാൽ മാത്രമേ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും BJP വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ശബരിമലയിൽ യുവതി കയറിയാൽ ഉണ്ടാവുന്ന നേട്ടത്തിലാണ് BJPയുടെയും സംഘപരിവാറിന്റെയും നോട്ടം പതിയുന്നത്. ഈ അപകടം തിരിച്ചറിഞ്ഞ് നിലയ്ക്കലിൽ ഉൾപ്പെടെ കർശന പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. തിരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം കത്തിച്ചു നിർത്താൻ BJPയും ഒരു തീപ്പൊരി പോലും വീഴാതിരിക്കാൻ ഇടതുപക്ഷവും കൊണ്ടുപിടിച്ച പരിശ്രമത്തിലാണ്. ശബരിമല ഉത്സവകാലമായിട്ടും യുവതികളെ തടയാൻ പഴയ പോലെ സംഘപരിവാർ പ്രവർത്തകരാരും ഉത്സാഹം കാട്ടുന്നില്ല. സർക്കാരാകട്ടെ നിലയ്ക്കലും പമ്പയിലും വനിതാ പോലീസിനെ പോലും പിൻവലിച്ചിരിക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന വനിതാ പോലീസുകാരുടെ ഡ്യൂട്ടി ആകട്ടെ വാഹനങ്ങൾ പരിശോധിച്ച് യുവതികളെ കണ്ടെത്തി പിന്തിരിപ്പിക്കുക മാത്രം. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സംഘപരിവാർ പ്രവർത്തകരെ പോലും നിലയ്ക്കലിലോ പമ്പയിലോ തടയുന്നില്ല. യുവതി തീർത്ഥാടകരെ കണ്ടെത്താൻ ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ജാഗ്രത പുലർത്തുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് നിരോധനാജ്ഞ ലംഘിച്ച BJP മുൻനിര നേതാക്കളാരും ഇപ്പോൾ ശബരിമലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. നവോത്ഥാന ആശയങ്ങൾക്ക് തൽക്കാലം സർക്കാരും അവധി കൊടുത്തിരിക്കുകയാണ്. വനിതാ മതിൽ, സ്ത്രീ ശാക്തീകരണം, നവോത്ഥാനം, യുവതി പ്രവേശനം തുടങ്ങിയ വാക്കുകൾ പ്രചാരണ വേദികളിലോ സമൂഹ മാധ്യമങ്ങളിലോ മിണ്ടരുതെന്നാണ് LDF പ്രവർത്തകർക്കുള്ള നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.